ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത ഒരു സ്പ്ലെൻഡർ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോ. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ക്വിക്ക് ത്രോട്ടിലും ബ്രിംബോയുടെ ബ്രേക്ക് സെറ്റ് ഉൾപ്പെടെ അത്യാവശ്യം ബ്യൂട്ടിഫുള്ളായിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബൈക്കാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അതായത് സ്പ്ലെൻഡർ എന്ന് പറയുന്ന ബൈക്കെന്ന് പറഞ്ഞാൽ പണ്ടത്തെയും ഇപ്പോഴത്തെയും യൂത്ത് ജനറേഷനെ അടിച്ചിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാരക വണ്ടിയാണ് കേട്ടോ. അതായത് ഒരു മാജിക്കൽ എഞ്ചിൻ വെച്ച് ഓടുന്ന ഒരു ബൈക്ക് എന്ന് വേണമെങ്കിൽ നമ്മുടെ സ്പ്ലെൻഡറിനെ വിശേഷിപ്പിക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്ലെൻഡറിൻ്റെ ഫുൾ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ടാവും. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് മോഡിഫിക്കേഷനും കാര്യങ്ങളും അതിൻ്റെ അത്യാവശ്യം എനിക്കറിയാവുന്ന രീതിയിലുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും പറയും കേട്ടോ. അന്നേരം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും വീഡിയോ സ്കിപ്പ് അടിക്കാതെ തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ലെജൻഡ് ബൈക്ക് എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോഡിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബൈക്കാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഞാൻ വീഡിയോയുടെ ഇൻട്രോ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഓണർ പൊന്നു പോലെ സൂക്ഷിക്കുന്ന ഒരു ബൈക്കാണ് കേട്ടോ. അപ്പം ഈ ബൈക്കിൻ്റെ കംപ്ലീറ്റ് മോഡിഫിക്കേഷനും കാര്യങ്ങളുടെയും പ്രൈസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും കാര്യങ്ങളിലേക്ക് കിടക്കാം. വണ്ടിയിൽ ആദ്യം തന്നെ ഞാൻ വണ്ടിയുടെ മഡ്ഗാർഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇത് യൂണിക്കോണിൻ്റെ മഡ്ഗാർഡാണ്. അതായത് യൂണിക്കോണിൻ്റെ നോർമലി നമ്മൾ യൂണിവേഴ്സലായിട്ട് കാണുന്ന മഡ്ഗാർഡ് തന്നെയാണ് കേട്ടോ. ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ വണ്ടിയിൽ കൊടുത്തേക്കുന്ന അടുത്തെന്ന് പറഞ്ഞ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് ബ്രേക്കാണ് കേട്ടോ. അതായത് ഡിസ്കിൻ്റെ പ്ലേറ്റും കാലിബറും ഉൾപ്പെടെയാണ് കൊടുത്തേക്കുന്നത്. ഇതും യൂണിക്കോണിൻ്റെ ടൈപ്പ് തന്നെ കേട്ടോ. ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ളും ഈ സ്റ്റമ്പ് ഉൾപ്പെടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിക്കോണാണ് കേട്ടോ. പിന്നെ നമ്മൾ ടിപ്പിക്കലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന RX-Zലെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൽ എടുത്തു പറയാം, ഇനി ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രാഷ് കാർഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്രാഷ് കാർഡാണ്. നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജുകളിലും കാര്യങ്ങളിലൊക്കെ ഇഷ്ടംപോലെ സെയിലും കാര്യങ്ങളൊക്കെ സ്പ്ലെൻഡറിൻ്റെ മോഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. അന്നേരം ഇതിനകത്ത് ഇപ്പം നോർമലി പ്രൈസ് ടാഗ് വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഒരു 1000 ആ ഒരു റേഞ്ചിലൊക്കെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർബില്ലിയാണ് കേട്ടോ. അണ്ടർബില്ലി അവർ കറക്റ്റായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് അത്യാവശ്യം ക്ലാമ്പൊന്നും ഒരു ക്ലാമ്പ് വെച്ച്, അതായത് നമ്മുടെ ഈ ബോഡിയിൽ തന്നെ ഒരു ക്ലാമ്പ് വെച്ച് വെൽഡ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഉറച്ച് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അതായത് ഫ്രണ്ട് പോർഷനിൽ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൃത്തിക്കും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു അണ്ടർബില്ലി അതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടിപ്പിക്കലി വരുന്ന സ്പ്ലെൻഡറിൻ്റെ ടയേഴ്സിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ ST വീലും ടയറുമാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ST വീലും ടയറും ആകുമ്പോൾ തന്നെ ആഫ്റ്റർ മാർക്കറ്റിൽ നല്ല പ്രൈസ് വരുന്ന ഒരു അത്യാവശ്യം വണ്ടിയുടെ ലുക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന ടൈപ്പ് ഒരു മോഡിഫിക്കേഷനാണ് കേട്ടോ ഈ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരീസിൻ്റെ സ്പ്രിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഗട്ടറിലും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഓടിച്ചുകൊണ്ട് വന്നപ്പം തന്നെ ഏകദേശം ഇനി നല്ല രീതിയിലുള്ള കട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണ് കേട്ടോ ഇത്. അത് അവിടെ തന്നെ നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാവരും ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ഇഞ്ചിൻ്റെ പൈപ്പ് കട്ട് ചെയ്ത് ഫ്രണ്ട് ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഇത് സ്ക്വയർ തന്നെ ആയിരുന്നു കേട്ടോ. ഇത് മാറ്റി ഒരു ടിപ്പിക്കൽ LED വെച്ചിട്ടുണ്ട് കേട്ടോ. LED ഇതിൻ്റെ സ്വിച്ചാണ് അറിയാത്തത്. പിന്നെ ബാറ്ററിക്ക് എന്തോ ഇഷ്യൂ ഉണ്ടാകണ്ടെന്ന് തോന്നുന്നു കേട്ടോ കട്ട് ഭാഗത്തെ. ഇത് കത്തും, നോർമലി കത്തുന്നതാണ്, പക്ഷേ ഇതിപ്പോൾ കത്തുന്നില്ല, എന്താണെന്നറിയില്ല കേട്ടോ. ഇപ്പോൾ ഇത് കത്തുന്നുണ്ട്. അപ്പം ഇങ്ങനത്തുള്ള ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ LED വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ LED നമ്മുടെ ഡിമ്മും ബ്രൈറ്റും സ്വിച്ചായിട്ടും ഇത് ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ടൈപ്പായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിംബോയുടെ ബ്രേക്ക് സിസ്റ്റം വരുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ടിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ബ്രിംബോയുടെ ബ്രേക്ക് സിസ്റ്റം ത്തോടെ എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രിംബോയുടെ ബ്രേക്ക് സിസ്റ്റത്തെക്കാട്ടി ബൈറ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് RCBയുടെ തന്നെയാണ് കേട്ടോ. ക്വാളിറ്റിക്കും കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസമുള്ളതും RCBയുടെ തന്നെയാണ്. ഈ ബ്രിംബോയുടെ ബ്രേക്ക് സെറ്റ് അധികം ബൈറ്റും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഇതിൻ്റെ റൈഡിങ്ങിൽ ചെയ്തുകൊണ്ട് വന്ന സമയത്ത് എനിക്ക് വലിയതായിട്ട് ബ്രേക്കിങ്ങിനോട് അത്ര കംഫർട്ട് തോന്നില്ല കേട്ടോ. കാരണം വലിയ ബൈറ്റും കാര്യങ്ങളൊന്നുമില്ല. നോർമലി ഒരു യൂണിവേഴ്സലായിട്ട് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡൊമിനോയുടെ ഒരു ക്വിക്ക് ത്രോട്ടിൽ വരുന്നുണ്ട്. അതും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ ആക്സിലേഷൻ നല്ല രീതിയിൽ ടൈറ്റാണ് കേട്ടോ. ഭയങ്കര അതിന് സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ആണോയെന്നറിയില്ല. പക്ഷേ ഇതിൻ്റെ
ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ആക്സിലേഷൻ നല്ല ത്രോട്ടിൽ നല്ല രീതിയിൽ ഒരു ഹാർഡായിട്ടാണ് എനിക്ക് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നോർമലി നമ്മുടെ ബാക്ക് പോർഷനിലോട്ട് വരുമ്പോൾ തന്നെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RX-7 സീൻ മൽഗാർഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി എല്ലാ ബൈക്കിലും വരുന്ന പോലെ തന്നെ സ്പ്ലെൻഡറിൻ്റെ മാജിക്കലായിട്ടുള്ള എൻജിൻ, അതായത് 100 എണ്ണ അടിച്ചാലും വണ്ടി എന്തുകൊണ്ട് എണ്ണ തീരുന്നില്ല ചിന്തിക്കുന്ന ടൈപ്പും, അതായത് 100 cc പവറാണെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും 100 cc ആണെന്ന് പോലും തോന്നാത്ത രീതിയിലുള്ള പവർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എൻജിനാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാർക്ക് പ്ലഗിൽ ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ബോഷിൻ്റെ ഇറിഡിയത്തിൻ്റെ സ്പാർക്ക് പ്ലഗ് ആണ് കേട്ടോ വരുന്നത്. ഏകദേശം ഒരു 300 റേഞ്ച് ആ സ്പാർക്ക് പ്ലഗിന് വരുന്നുണ്ട്. വണ്ടിക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ട്. രാവിലെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് വണ്ടി കിട്ടുന്നുണ്ട് കേട്ടോ. ഈവൻ വണ്ടിയുടെ ഒരു പവറായാലും ശരി നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടുതലായിട്ടും വണ്ടിയിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നോർമലി ടിപ്പിക്കലി വരുന്ന ടൈപ്പ് നമ്മുടെ പയ്യന്മാരൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. പിന്നെ അല്ലാണ്ട് വണ്ടിയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇതിൻ്റെ ഓവറോളും ആഫ്റ്റർ മാർക്കറ്റും പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 40K അടുത്ത് വണ്ടിക്ക് മോഡിഫിക്കേഷന് എക്സ്പെൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഭീകര ലുക്കാണ്. ആൾക്കാർ നമ്മൾ വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു രാജകീയ ലുക്കാണ് കേട്ടോ. ഇത് സ്പ്ലെൻഡർ ആണെങ്കിൽ പോലും നല്ല സ്പ്ലെൻഡർ ഇത് ലെജൻഡ് തന്നെയാണ് കേട്ടോ. ഈ വണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ 1994 മോഡൽ വണ്ടിയാണ് കേട്ടോ. ആ ഒരു 94 മോഡൽ വണ്ടി ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഈ ബൈക്കിനുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ജസ്റ്റ് ഒരു റൈഡിങ് വീഡിയോയും കൂടെ കാണിച്ചു തരാം. അതായത് ഈ ക്വിക്ക് റോട്ടിൽ വെക്കുമ്പം വണ്ടിയുടെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് റൈഡ് ചെയ്തിട്ട് വരാം കേട്ടോ. പക്ഷെ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. പറഞ്ഞില്ലേ വണ്ടി, അതായത് ഇത്ര ഓടി വന്നതിൻ്റെ ഇതിലല്ല വണ്ടി അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് വണ്ടിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഈ റോഡിലൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ക്വിക്ക് റോട്ടിൽ ഡോമിനോടെയാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം ഡോമിനോടെയാണ് കേട്ടോ ക്വിക്ക് റോട്ടിൽ വരുന്നത്. ബാക്കിയുള്ളതിൻ്റെ എല്ലാ കേബിളും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോവും, ഒരുമാതിരി വേസ്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പം ഡോമിനോടെയാണ് എല്ലാവരും വാങ്ങി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡോമിനോടെ തന്നെ വാങ്ങി വെക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ത്രോട്ടൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. എന്തായാലും ഈ റോഡെ കാണിക്കാൻ പറ്റില്ല, അതായത് മൊത്തം കട്ടുള്ള റോഡാട്ടോ. എന്തായാലും മുന്നോട്ട് പോകുമ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ത്രോട്ട് റെസ്പോൺസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു ത്രോട്ടിൽ റെസ്പോൺസായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് ഗിയർ തന്നെ വണ്ടി നമ്മളെ അത്യാവശ്യം ക്വിക്ക് റോട്ടിൽ 100 cc എഞ്ചിനിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ വണ്ടി ക്വിക്കായിട്ട് തന്നെ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ബ്രംബോയുടെ ബ്രേക്ക് സിസ്റ്റം, ആ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ആ ഒരു ബൈറ്റിങ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇതിനകത്ത് ആ ഒരു ബ്രേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് RCB ടൈപ്പ് ആയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഈ ബ്രിംബോടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രൈസ് കുറഞ്ഞ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തില്ല കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഹൈഡ്രോളിക് ക്ലച്ചിലായാലും നമുക്ക് ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ RCBയുടെ ആകുമ്പോൾ മോർ ദാൻ ബെറ്റർ ടു ബ്രിംബോ, അതാണ് നല്ലത്. RCBയുടെ ബ്രേക്കാണ് നമുക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇതെന്താ റോഡിൻ്റെ ഒരു കുഴിയോ? അഭിപ്രായം പറയാ. നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ? നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം റോഡും വേണം. അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും പിഷാരടി? എന്റെ പ്രസിഡന്റ്, കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ്. എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും? റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം. അപ്പൊ റോഡ് കുളമാവില്ലേ? അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളമാണല്ലോ. റോഡ് കുളത്തിലൂടെ ആയാലെന്താ? ഇവിടെ നിന്ന് എടുക്കുക കുഴിയൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. വലിയ വണ്ടികളൊക്കെ വരുവാണെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ളവരും. അപ്പോൾ എന്തായാലും ജസ്റ്റിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ ബൈറ്റിങ് കൂടെ കാണിച്ചു തരാം. ഈ റോഡിൽ ബൈറ്റിങ് ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ കനാലിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് ഇതിൻ്റെ ജസ്റ്റ് ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു ബൈറ്റിങ് കൂടെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം കൂടെ ഉണ്ട്, അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് വണ്ടി ഇവിടെ ഒന്ന് ഒതുക്കിയിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സൈലൻസർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോവോൻ്റെ സൈലൻസറാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൗണ്ട് ഉണ്ട്. കണ്ടു,
എത്രത്തോളം ആ സൗണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. യൂറോ 1 സൈലൻസറാണ് കേട്ടോ വണ്ടിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു സൗണ്ടും കാര്യങ്ങളും ഫീൽ ചെയ്യും കേട്ടോ. ഇതിനകത്ത് ഒരു ആഫ്റ്റർ മാർക്കറ്റിലെ എക്സോസ്റ്റും കാര്യങ്ങളൊന്നും ഒരു ആവശ്യമില്ല. അത്യാവശ്യം നല്ല ലൗഡിൽ തന്നെ വണ്ടിയിൽ സൗണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതിന് അപ്പം ആഫ്റ്റർ മാർക്കറ്റ് ഏകദേശം ഒരു 1000 രൂപയ്ക്ക് അടുത്ത് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് ഇതിൻ്റെ ബ്രേക്കിംഗ് കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം ബൈറ്റ് ഉണ്ട്, പക്ഷേ എനിക്കത്ര കംഫർട്ടബിളായിട്ട് തോന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബ്രേക്കിംഗ് കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വണ്ടിയിൽ യൂണിക്കോണിൻ്റെ ഗിയർ പെഡലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ ഓണർ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് നോർമലി ടിപ്പിക്കലി വരുന്ന ഗിയർ പെഡലും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ട് നോർമലി ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ യൂണിക്കോൺ ടൈപ്പ് ഗിയർ പെഡലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്നാലും മുന്നോട്ട് തന്നെ പോയി നോക്കാം. ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് എന്തായാലും നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണ്. എന്തായാലും ഡേഞ്ചറാവാത്ത രീതിയിൽ കണ്ടോ, വണ്ടി നല്ല രീതിയിലുള്ള ബൈറ്റും കാര്യങ്ങളൊന്നും വണ്ടി കിട്ടുന്നില്ല. വണ്ടി നമ്മളിപ്പം ഇതൊരു ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം അല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫോമൻസ് ഈ വണ്ടിക്ക് ഈ ബ്രേക്ക് സിസ്റ്റം വഴി കിട്ടുന്നില്ല. അന്നേരം നിങ്ങൾ ഈ ബ്രേക്കിംഗ് സിസ്റ്റം മോഡിഫൈ ചെയ്ത് വേറെ ബ്രേക്കിലോട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCB തന്നെ ആയിരിക്കും കേട്ടോ. ഇത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം ഇതിന് ബ്രേക്കിംഗ് കിട്ടത്തില്ല. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, അതായത് വണ്ടി സ്റ്റോപ്പ് ആവുന്നില്ല, വണ്ടി നമ്മളെ കൊണ്ട് തന്നെ പോവുകയാണ് കേട്ടോ. ഇത് ഈ വണ്ടിയുടെ കുഴപ്പമല്ല, ഈ ബ്രേക്ക് സിസ്റ്റം ഇങ്ങനെയാണ് കേട്ടോ. കാരണം ഞാൻ നിങ്ങളെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മുടെ ട്രാവൽ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ട പോലെ തന്നെ ഞാൻ എൻ്റെ ബൈക്കിലും യൂസ് ചെയ്തേക്കുന്നത് ഈ ബ്രിമ്മോടെ ബ്രേക്ക് സിസ്റ്റമാണ് കേട്ടോ. ഞാൻ അത് മാറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്. കാരണം എനിക്ക് ആ ഒരു ബ്രേക്ക് സിസ്റ്റം എൻ്റെ വണ്ടിയിൽ അപ്ലൈ ചെയ്തപ്പോൾ തൊട്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് വേസ്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ. ചുമ്മാ ഇത്രയും പ്രൈസ് കിട്ടുന്നുണ്ടെങ്കിലും സംഭവം വെറും വേസ്റ്റാണ് കേട്ടോ. ഇത് മാറ്റിയിട്ട് നമുക്ക് RCBയുടെ ബ്രേക്ക് സിസ്റ്റം തന്നെ വെക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യാം. ഇതിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട് ഇങ്ങനെ പോകാൻ തന്നെ അത്യാവശ്യം നല്ല ഫീലാണ് കേട്ടോ. ഏകദേശം ഈ വണ്ടിക്ക് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള ലുക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് ഇതൊരു സ്പ്ലെൻഡർ ആണെങ്കിൽ പോലും ഇത്രയും ഇത് പണിത് സെറ്റാക്കി വെച്ചേക്കുന്നുണ്ട് തന്നെ നല്ല രീതിയിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് തിരിച്ചു പോയി വേണമെങ്കിൽ കോളേജ് പിള്ളേരുടെ റിവ്യൂ കാണിച്ചു തരാം. കോളേജല്ല, സ്കൂൾ പിള്ളേരുടെ റിവ്യൂ. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ കുറച്ച് പെശകാണെന്ന് തോന്നുന്നു. ചെറുതെ അടി വാങ്ങി പിടിക്കണം. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. വണ്ടി ഓടിക്കാൻ നമുക്ക് വണ്ടി ഒരിക്കലും നിർത്താൻ തോന്നത്തില്ല കേട്ടോ. അത്രയ്ക്ക് കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ് ബൈക്കിൽ കിട്ടുന്നത്. ഇത്രയും ഇതിൻ്റെ ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു സ്റ്റെബിലൈസേഷനിലൊന്നും വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും തോന്നില്ല കേട്ടോ. നോർമലി നമ്മൾ പോകുന്ന, അതായത് നമ്മൾ യൂണിവേഴ്സലായിട്ട് സ്പ്ലെൻഡർ ഓടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നു, അതേപോലെ തന്നെ നമുക്ക് ഈ വണ്ടി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ STVയിലായതുകൊണ്ട് തന്നെ കട്ടറും കാര്യങ്ങളൊക്കെ വീടുന്ന സമയത്തായാലും നമ്മൾ ഇതേപോലെ അത്യാവശ്യം ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്തായാലും നല്ല രീതിയിലുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് വീഡിയോയിൽ വേറൊന്നും പറയാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അന്നേരം സ്പ്ലെൻഡറിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ എന്തായാലും ഡെഡിക്കേറ്റ് ചെയ്യുന്ന കേട്ടോ. കാരണം സ്പ്ലെൻഡർ പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സ്പ്ലെൻഡറിനെ സ്നേഹിക്കുന്നവർക്കും, അതായത് ഒരു സ്വന്തമായിട്ടൊരു വണ്ടി ഇല്ലാതെ ഇപ്പം സ്പ്ലെൻഡറിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അന്നേരം അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു സ്വന്തമായിട്ട് വണ്ടി എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഇതേപോലെ പണിത് സെറ്റാക്കി കൊണ്ട് നടക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ റെവ് ലിമിറ്റ്. ബൈ.